ഒരിക്കലും താഴോട്ട് പ്രൈസ്, അതായത് വാങ്ങിയതിനേക്കാൾ താഴോട്ട് പ്രൈസ് പോകത്തില്ല എന്ന് വേണേൽ നമുക്ക് പറയാൻ പറ്റുന്ന കോയിൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് അതിലോട്ട് ആ കോയിന് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി, പിന്നെ നമുക്ക് ആ പൈസ എടുക്കുന്ന സമയത്ത് വിഡ്രോ അടിച്ചാൽ മതി എന്നുള്ള ടൈപ്പുള്ള കോയിൻസാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് വ്യൂ ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് തന്നെ ട്രേഡ് വ്യൂവിൽ വന്നിട്ട് ഫോളോ ചെയ്യുക. കാരണം ഞാൻ എൻ്റെ സിഗ്നൽസൊക്കെ ഇവിടെയാണ് കൊടുക്കുന്നത്. സിഗ്നൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കോയിൻ ബൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. ഞാനിവിടെ ലാസ്റ്റ് 2 സിഗ്നൽ ഇട്ടിട്ടുണ്ട്, ഫ്യൂച്ചർ പൊസിഷൻ ഫോർ QKCയും CHZDനെയും. 2 എക്സാക്ട്ലി ഞാൻ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ പോയിട്ടുണ്ട്. എല്ലാം പ്രഡിക്ഷനാണ്. ഓക്കെ, സോ പ്രഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ കാണാൻ പറ്റും ഷോർട്ട് എന്ന് പറയുന്നത് ഡേ ട്രേഡിനെ കുറിച്ചാണ്. പിന്നെ എന്തുകൊണ്ടാണ്, ഏത് ചാർട്ട് പാറ്റേൺ ആണ്, എത്ര പെർസെൻറ്റേജ് ഓഫ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ, എത്ര പെർസെൻറ്റേജ് നിങ്ങളെല്ലാം 10,000 രൂപയാണെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ ഹവർ ക്യാൻഡിൽ കൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, 1 ഹവർ 4 ഹവർ ആണ്, 1 ഡേ ആണ്, ഏത് ക്യാൻഡിലൊക്കെ കൊണ്ടാണ് ഞാൻ മാച്ച് ചെയ്യുന്നത്, എത്ര ലിവറേജ് എടുക്കണം, 5x ആണോ 10x ആണോ, അല്ലെങ്കിൽ സ്പോട്ട് ട്രേഡ് ആണോ, അല്ലെങ്കിൽ എത്ര നിങ്ങൾ എത്ര സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയുന്നതായിരിക്കും. സോ എന്നെ എന്തായാലും ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾ ഈ ട്രേഡ് എക്സാക്ട്ലി എടുക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളൊരു ഐഡിയ ഒന്ന് വ്യക്തമായിട്ട് എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എൻ്റെ ഒറിജിനൽ വസിറക്സ് അക്കൗണ്ടിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ബിനാൻസ് നിന്ന് കുറച്ച് ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടത്തേക്ക്. ബിനാൻസ് നിന്ന് വസിറക്സിലോട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ മെയിൻ കണ്ടെന്ന് പറയുന്നത് STF ആണ്. എങ്ങനെയാണ് നമുക്ക് ഒരു കോയിന് ട്രേഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പക്ഷേ STF എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ടോക്കണാണ്. ഒരുപാട് ഗുണങ്ങളുള്ള STF ടോക്കണ് ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നൊരു സംഭവം കൂടി ഉണ്ടാവും, ദോഷങ്ങളുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണാൻ പറ്റുന്ന ഇതൊക്കെ STF ടോക്കണാണ്, ഓരോരോ ആൾക്കാർ ഉണ്ടാക്കിയ STF ടോക്കണാണ്. ഞാനിപ്പോൾ ഒരു ടോക്കൺ സെലക്ട് ചെയ്ത് കാണിക്കാം. സോ ഞാനിപ്പോൾ എല്ലാ കോയിൻസും ഡൗണിലായി ഇരിക്കുന്നത്. പക്ഷേ ഈ സംഭവം ഡൗണിലാവാനുള്ള കാരണം എന്താ കൂടി ഞാൻ പറയാം. ഇപ്പോൾ മണി ഗുരു ഡിജിറ്റൽ ടോക്കൺ നിങ്ങൾക്ക് എല്ലാ കോയിൻസ് കാണാൻ പറ്റും. ഈ ഓരോരോ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതൊരാളുടെ നെയിം ആയിരിക്കും, ഓരോരോ കമ്പനി നെയിം ആയിരിക്കും. സോ ഞാനിപ്പോൾ ഇത് തന്നെ സെലക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ടത് ഈ കോയിൻസിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് അറിവ് വേണം. ഈ കോയിൻസ് ഏത് കോയിൻസാണെന്ന് അറിയുന്നത്. ഓക്കെ, ഈ കോയിൻസിൻ്റെ പേര് നോക്കുക, എക്സ്മിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോയിൻസിൻ്റെ സിമ്പിൾ എക്സ്മിൻറ്റ് ആണ്. ഈ കോയിൻസിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഒരു ഓർഡർ ബുക്കും കാണാൻ പറ്റത്തില്ല, ഹിസ്റ്ററിയും കാണാൻ പറ്റത്തില്ല, ട്രേഡ് ഹിസ്റ്ററിയും കാണാൻ പറ്റത്തില്ല, ഓർഡർ ബുക്സും അവിടെ കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. സാധാരണ ഇപ്പോൾ ഒരു ടോക്കൺ എടുക്കുകയാണ്, ആറ്റം എന്ന് പറയുന്ന ഒരു ടോക്കൺ എടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓർഡർ ബുക്ക് എന്നുള്ള ഒരു സംഭവം കാണാൻ പറ്റും, ട്രേഡ് ഹിസ്റ്ററി കാണാൻ പറ്റും അല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇവിടെ. കാരണം എത്ര ആൾ ട്രേഡ് ചെയ്ത് ഏതൊക്കെ സംഭവം വിൽക്കുന്നുണ്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും അല്ലേ. ഒരു മിനിറ്റ്. ഓക്കെ, ഒന്ന് ആറ്റം, മറ്റേത് നമുക്ക് STF എടുക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സംഭവം കണ്ടില്ല. ഈ കോയിൻസിൻ്റെ ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസ്, അവരുടെ നെയിമോ അവരുടെ കമ്പനി നെയിമോ, അല്ലെങ്കിൽ അവർ ആരാണ്, എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഏത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്, എന്ത് ഡേ ട്രേഡാണോ ലോങ് ട്രേഡാണോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, എന്താണ് ഫോളോ ചെയ്യുന്നത്, അവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല താഴെ അവരുടെ ടെലിഗ്രാം യൂസർ നെയിം കാണാൻ പറ്റും, അവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഓക്കെ, അവരുടെ പേരെന്താണെന്ന് ചിലപ്പോൾ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇത് വസിറക്സിൽ കൊണ്ടുപോയിട്ട് പുതിയൊരാൾ വന്നിട്ട് അതിലോട്ട് പുതിയൊരാളല്ല, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ അതിലോട്ട് വന്നിട്ട് പുതിയൊരു കോയിൻ ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസ്. ഈ കോയിൻ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര കോയിൻ, ഈ മിനിമം ഈ കോയിൻ്റെ എത്രയായിരുന്നു പൈസ, 100 USDT. ഇപ്പോൾ എത്രയാണ്, ഏറ്റവും ഹൈ എത്ര ഉണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും, 300 സംതിങ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 100 രൂപയ്ക്ക് ഈ കോയിൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 300, അപ്പോൾ നിങ്ങൾക്ക് എത്ര 3x പ്രോഫിറ്റ് കിട്ടി. എത്ര ദിവസത്തിൽ 365 ഡേ, അതായത് ഒരു കൊല്ലത്തിലാണ് ഇത്ര പ്രോഫിറ്റ്, 3x പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടി. നിങ്ങളിതിൽ 1 lakh ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 lakh എക്സിറ്റ് എമൗണ്ട് കിട്ടി. നിങ്ങൾ പറയും ഇത് ശരിക്കും പറഞ്ഞാൽ ഡേ ട്രേഡ് അനുസരിച്ച് ഈ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് പുല്ലാണ്, കാരണം ചെറിയ പ്രോഫിറ്റാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. പക്ഷേ ഇതിൽ നമ്മളൊരിക്കൽ ബൈ ചെയ്തിട്ടാൽ മതി, നമ്മൾക്ക് പിന്നെ ഇത് സെല്ല് ചെയ്ത് ബൈ ചെയ്തൊന്നുമില്ല. ഒരിക്കൽ ബൈ ചെയ്തിട്ടാൽ സംഭവമുണ്ട്. ഇതിൻ്റെ ഒരു മെക്കാനിസം ഉണ്ട്. ഇത് സംഭവം ഈസിയാണ്, ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരാൾ, ഞാനിപ്പോൾ എൻ്റെ ഞാൻ വന്നിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു കോയിൻ ക്രിയേറ്റ് ചെയ്തു, റുഫൈദ് എന്ന് പറയുന്നത്. ആ കോയിനിലോട്ട് നിങ്ങൾ പൈസ ഇടുമ്പോൾ ആ പൈസ എടുത്തിട്ടാണ് ഞാൻ വേറെ കോയിൻ വാങ്ങിയിട്ട് ട്രേഡ് ചെയ്യുന്നൊരു സംഭവമാണ് ഇത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അറ്റ് പ്രൈസ് എന്ന് പറയുന്നൊരു സംഭവം കാണാൻ പറ്റുമല്ലോ. ഈ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. നിങ്ങൾ താഴെ എത്ര എമൗണ്ട് വേണം,
എത്ര USDT എന്നുള്ള എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ട് വാങ്ങുന്ന സമയത്ത് ഒരു സംഭവമില്ല. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സാധാരണ കോയിൻ വാങ്ങുന്ന പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതിനുള്ള റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ലിമിറ്റ് ഓർഡർ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എത്രയാണ് 319 വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ 319 വന്നിട്ട് ഇപ്പോൾ എത്ര മണിന്ന് കാണിക്കാൻ പറ്റും? 10:41. ഓക്കെ, ഇവിടെ സെൽ ടൈം എന്ന് പറയുന്നത് 1 AM ആണ്. സെൽ ടൈം എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് 1 മണിക്ക് മാത്രമേ വന്നിട്ട് ഇവിടെ വിൽക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാ സമയത്തും വന്നിട്ട് വിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വാങ്ങാൻ പറ്റും ഈ സാധനം. ഓക്കെ, ഞാനിപ്പോൾ ഈ സംഭവം ഇവിടെ വന്നിട്ട് കുറച്ച് വാങ്ങി എന്ന് വിചാരിച്ചോ. ഞാനിപ്പോൾ വാങ്ങുന്നില്ല, എന്തായാലും എനിക്ക് ആവശ്യമില്ല. സോ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് വാങ്ങിയെന്ന് വിചാരിച്ചോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കോയിൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. എനിക്ക് ഇപ്പോൾ വാങ്ങിയത് 10 മണിക്കാണ് ഞാൻ ഇപ്പോൾ വാങ്ങുന്നതെങ്കിൽ എനിക്ക് 1 മണിയാവാതെ ഇത് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ് 1 AM ആവാതെ എനിക്കിത് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്തല്ലാതെ ഓർഡർ എക്സിക്യൂട്ട് ആകത്തില്ല. പക്ഷേ എനിക്കിപ്പോൾ ലിമിറ്റ് ചെയ്ത് പറ്റും. എന്താണ് മാർക്കറ്റ് ഓർഡർ ആയിട്ട് വെക്കാൻ പറ്റും. അതായത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കോയിൻ വാങ്ങി $319. ഞാൻ എന്നിട്ട് ഇവിടെ താഴെ എത്ര കോയിൻ എന്ന് കാണിക്കുമല്ലോ സെല്ലിൻ്റെ സമയത്ത്, അവിടെ ഒരു കോയിൻ സെലക്ട് ചെയ്ത് സെല്ല് ഓർഡർ ഇടുകയാണെങ്കിൽ ഞാൻ വിൽക്കുന്ന സമയത്ത് 1 മണിക്ക് അതിൻ്റെ സമയം, അതായത് 1 മണിക്ക് ഈ കോയിൻ്റെ വില $400 പോയാണ് എൻ്റെ കോയിന് $400 വിൽക്കും. അല്ല, എൻ്റെ 1 മണിക്ക് ഈ കോയിൻ്റെ വില $200 കുറഞ്ഞാൽ എൻ്റെ കോയിന് $200 വിൽക്കും. അതാണ് ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സമയം STFൽ. ഓക്കെ, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ കോയിൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതിലോട്ട് പൈസ എടുത്ത സമയത്തൊക്കെ നോക്കിയിട്ട്, ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ കോയിൻ കൊണ്ടത് ഞാനിപ്പോൾ എക്സാമ്പിളിന് എടുത്ത ഈ കോയിനിലോട്ട് വന്നിട്ട് നിങ്ങളെ പൈസ വന്നിട്ട് നിങ്ങളുടെ സമയം കളയരുത്. പിന്നെ ഈ ചാർട്ടൊക്കെ നിങ്ങൾക്ക് നോക്കാം, വേണമെങ്കിൽ നോക്കാം. കാരണം ഇതിൽ എക്സാക്ട്ലി ഞാൻ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങൾ ഫണ്ട് തരുന്നു, ആ ഫണ്ട് വെച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്തിട്ട് സംഭവം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ചാർട്ട് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതിൽ വലിയത്. ഓക്കെ, വേറൊരു സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു പൈസ നിങ്ങൾ എന്നിലോട്ട് ഇടുമ്പോൾ ഞാൻ ഈ പൈസ വിഡ്രോ അടിച്ച് മുങ്ങിയാലോ നിങ്ങൾക്ക് പേടിയുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വസിറക്സ് എക്സ്ചേഞ്ച് ആ പൈസ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ വിഡ്രോ അടിച്ചത് അവർക്ക് എക്സാക്ട്ലി ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ ഏതൊക്കെ കോയിൻ ഇൻവെസ്റ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ഏതാണ് കോട്ടയാണ് ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു എക്സ്പിൻറ്റ് എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, പിന്നെ ഇദ്ദേഹത്തിന് ഇങ്ങനെ വെറുതെ വന്നിട്ട് ഒരാൾക്ക് ഇതിലോട്ട് STF ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ കുറേ ഉണ്ട്. ട്രേഡ് ഹിസ്റ്ററി ഒക്കെ കൊടുക്കണം. ട്രേഡ് ഹിസ്റ്ററി എങ്ങനെ എടുക്കാമെന്നുള്ള വീഡിയോ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ട്രേഡ് ഹിസ്റ്ററി വേണം, നല്ല കമ്മ്യൂണിറ്റി വേണം, കുറേ കാര്യങ്ങൾ ഇവിടെ പാൻ കാർഡ്, ആധാർ കാർഡ്, എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടായിരിക്കണം നമ്മൾ ഇങ്ങനത്തെ STF ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർ തോപ്പിക്കാവുന്നില്ല. പിന്നെ അൺആക്റ്റീവായിട്ടുള്ള കോയിൻസ് ഒന്നും നിങ്ങൾ പൈസ ഇട്ട് നിങ്ങളുടെ പൈസ കളയരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് STFലിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് എന്താണ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം. അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഡേ ട്രേഡോ അല്ലെങ്കിൽ വീക്ക് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാനിടുന്ന വീഡിയോസ് എല്ലാം എന്താണ് കണ്ട് നിങ്ങൾക്ക് ട്രേഡിങ് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. ഏതൊക്കെ എക്സ്ചേഞ്ച്, എങ്ങനെയാണ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ വസിറക്സ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ബിനാൻസിലോട്ട് പോകുന്നുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ല് ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടി ഇത്ര ടോക്കൺ എന്നുള്ളൊരു സംഭവം. കോട്ടിയുടെ റേറ്റ് കുറഞ്ഞാൽ ഈ കോയിൻ്റെ റേറ്റ് കൂടും. അതാണ് ഈ സംഭവം. ഓക്കെ, സോ ട്രേഡ് വ്യൂ എന്നെ ഫോളോ ചെയ്യുക.